എം സ്വരാജിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ വർത്തമാനം എടുക്കാനുമായി ഒരുപാട് മാധ്യമങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തുകയാണ്. 8 മണിക്കാണ് പര്യടനം ആരംഭിക്കുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഒരു തിരക്കുണ്ട്. കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പഴയ പ്രസംഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്നലെ UDF-ന്റെ കൺവെൻഷനിൽ തോമസ് കെ തോമസ് പറഞ്ഞ ഒരു വാക്യം, അത് ഭയങ്കരമായിട്ട്, അതായത് ഞാനും തോമസ് ചാണ്ടിയൊക്കെ വിചാരിച്ചത് ഞങ്ങൾക്കാണ് ഏറ്റവും LDF കൺവെൻഷൻ, പിന്നെ ഞാനും തോമസ് ചാണ്ടിയൊക്കെ വിചാരിച്ചത് ഏറ്റവും ഭംഗിയായി ബൈബിൾ അറിയുന്നവർ ഞങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ സ്വരാജിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെക്കാട്ടിയൊക്കെ അറിവുള്ളവർ ഈ കാര്യത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ആദ്യത്തെ ഒരു പ്രസംഗത്തില്ലേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം, അത് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം പ്രതിപക്ഷം ഇത് വായിച്ചിട്ട് വന്ന്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഈ ബൈബിളിലേക്കൊക്കെ എത്തുന്നത്? അല്ല, ബൈബിളിൽ ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു, കയ്യിലൂടെ തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അയൽവക്കം ഒരു ക്രൈസ്തവ കുടുംബമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട് പോലെ അത്രയും അടുപ്പം ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരാണ് ആദ്യമായി ഒരു ബൈബിൾ തരുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട ആദ്യത്തെ ബൈബിൾ, ഞാൻ വായിച്ച ആദ്യത്തെ. പിന്നീട് പല ബൈബിളുകൾ, KCBC ഇറക്കിയ ബൈബിളും മറ്റു പല ബൈബിൾ, ഓർത്തഡോക്സ് സഭ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബൈബിൾ, പഴയ നിയമം ഒക്കെ, പുതിയ നിയമം മാത്രമുള്ളതെല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആദ്യമായി ഞാൻ വായിച്ച ബൈബിൾ ഇവർ തന്ന ബൈബിളാണ്. അതിൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് തന്നെ വായിക്കുന്ന സമയത്ത്, വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് വായിക്കുമ്പോഴും അതിലെ ഭാഷ, അതിലെ പ്രയോഗങ്ങൾ, അതിൻ്റെ സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പരിഷ്കരിച്ച ബൈബിളുണ്ട്, മലയാളീകരിച്ച ബൈബിളുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറേ കൂടി ആകർഷകമായൊരു ഭാഷ എനിക്ക് തോന്നിയത്. ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. അതെ, എന്നാറേ പുരുഷാരം അവനോടായി അരുൾ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയോഗങ്ങളൊക്കെ വരുന്നത് കൗതുകരായിരുന്നു. അപ്പോൾ അത് വായിച്ചു. പിന്നെ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞപ്പോൾ ബൈബിളിലെ ഓരോ വാചകവും സത്യത്തിൽ ഓരോ പുസ്തകം രചിക്കാൻ കഴിയുന്നത്ര ഗഹനമായിട്ടുള്ള ചിന്ത ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് ബൈബിൾ മാത്രമല്ല, ഏത് ഗ്രന്ഥവും, ഇത്തരത്തിൽ പരാമർശിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഏത് ഗ്രന്ഥവും ഇന്ന മതവിഭാഗമൊന്നുമില്ല. അതിൻ്റെ ഒരു ദാർശനിക പരിസരത്ത് നിന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഒക്കെ മഹനീയമായിട്ടുള്ള തലങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പ്രായോഗികാർത്ഥത്തിൽ അത് പിന്തുടരുന്നവർ അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കുറേ കാലം ഈ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ അതിലെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. അതാണ് അന്ന് നിയമസഭയിലെ കാര്യം. നിയമസഭയിൽ ഇത് വലിയ തമാശയായിരുന്നു. അപ്പോൾ ഞാനത് എന്താണ് ആ ഭാഗം എന്നുള്ളത് പറഞ്ഞിരുന്നില്ല, ആ ഭാഗത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ വായിച്ചു നോക്കാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബൈബിളൊക്കെ സ്ഥിരമായി വായിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അവർ പക്ഷേ ഇതെന്താണെന്ന് അപ്പോൾ ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ല. അവർ പോയി വായിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് വാക്കൗട്ടും ബഹളമൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ വായിച്ച് നോക്കിയപ്പോഴും അവർ ഗ്രഹിച്ചതല്ല അതിൻ്റെ അർത്ഥം. അതാണ് വലിയ തമാശയായിട്ട് മാറി. അപ്പോൾ ബൈബിളിൻ്റെ സത്ത മനസ്സിലാകണമെങ്കിൽ, അതിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആഴത്തിൽ ഹൃദയം കൊണ്ട് വായിക്കുക എന്ന് പറയും. നമ്മൾ നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് വായിക്കുക എന്ന് പറയും. ആ ഭാഗത്തിൻ്റെ അർത്ഥം, ഞാനന്ന് ചൂണ്ടിക്കാണിച്ച ഭാഗത്തിൻ്റെ അർത്ഥം അമൂല്യമായത് അനർഹർക്ക് കൊടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ബജറ്റ് കേരളത്തിലെ ഒരു വമ്പിച്ച മഹത്തായ ബജറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. മഹത്തായ ബജറ്റാണ്. പക്ഷേ പ്രതിപക്ഷത്തിനത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് ബൈബിൾ ഈ പറഞ്ഞ പോലെയാണ്, അനർഹരായവർക്ക് അമൂല്യമായതൊന്നും കൊടുക്കരുത് എന്നാണ് അതിൻ്റെ സെൻസ്. പക്ഷേ എക്സാക്റ്റ് ആ ഭാഗത്ത് പന്നികളുടെ മുൻപിൽ നിങ്ങൾ മുത്തു വിതറരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരത് മാത്രം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു രസകരമായ കാര്യമാണ്, കൗതുകകരമായ കാര്യമാണ്, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഈ ഫെസ്റ്റിവലിൽ ഇതുപോലെ മഹാഭാരതത്തിലെ രാമായണത്തിലെ എന്തോ ഒരു ഇത് പറയുന്ന കേട്ട് BJP-യുടെ ഭാഗവതമാണ്. അല്ല, അത് വേറൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ മിത്തെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളുടെയും ഭാഗമാണ്. നമ്മൾ കാണേണ്ടത് നമുക്ക് പ്രൗഢമായ ഒരു പാരമ്പര്യം, സാംസ്കാരിക പൈതൃകമുണ്ട്. അപ്പോൾ ആ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ, മിത്തുകൾ. ഇതൊക്കെ ചില വേളകളിൽ ഇതൊക്കെ വിശ്വാസമായി പരിണമിക്കും. അതും ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്, ഇവിടെ മാത്രമൊന്നുമില്ല. ഇപ്പോൾ പറക്കുന്ന കുതിര ഒരു മിത്താണ്. അതൊരു പ്രത്യേക വിഭാഗം അവരുടെ ഒരു സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായി, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ പകുതി പുരുഷനും പകുതി കുതിരയുമായിട്ടുള്ള ഒരു മിത്തുണ്ട്. വേറൊരു
സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരം മിത്തുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അതൊക്കെ ഓരോ നാടിൻ്റെയും സാംസ്കാരിക സമ്പന്നതയുടെ ഭാഗമാണ്. നമുക്കും ഉണ്ട്. ചിലതത് വിശ്വാസമായിട്ടും വരും, ആരാധിക്കും ആളുകൾ. അതും ചരിത്രത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ അത് സയൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ അബദ്ധത്തിൽ ചെന്നിയാടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കടന്നു വന്നു. അപ്പോൾ സയൻസ് ആണെന്ന് പറഞ്ഞുകൂടാ, അത് സത്യത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ നമ്മളെ ഇകഴ്ത്തി കാണിക്കും. ഞാൻ അത് സൂചിപ്പിക്കാനാണ്. അപ്പോൾ അതാണ് അന്ന് ഈ ഭാഗവതത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. അതിൽ ഈ ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയുന്നതാണ്, ഈ എല്ലാം കാണ്ഡകാണ്ഡമായിട്ട് 7 ദിവസം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയുന്നതാണ്, ഞാൻ ഈ പറഞ്ഞതെല്ലാം മറ്റേ സത്യമാണ് എന്ന് നീ കരുതരുത്. കൃത്യമായിട്ടാണ് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കരുതരുത്, ഇതെല്ലാം കഥകളാണ്, നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കാനാണ്, നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനാണ് പറയുന്നതാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിഭോ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ഇത് പരമാർത്ഥമാണെന്ന് നീ ധരിക്കുകയേ ചെയ്യരുത്, വജോ വിഭൂതിർന പരമാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനം. അപ്പോൾ അത് സത്യത്തിൽ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും വരില്ല, എത്ര ഭംഗിയായിട്ടാണ് മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുരാണേതിഹാസങ്ങൾ വായിക്കാനുള്ള, അത് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു മാനസിക ആരോഗ്യം ഉണ്ടാവണം എല്ലാവർക്കും എന്നാണ് സത്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഞാനതിനെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അത് എല്ലാവരും വായിക്കേണ്ടതാണ്. ഇതെല്ലാം ഇപ്പോൾ ഭാഗവതമായാലും രാമായണമായാലും മഹാഭാരതമായാലും ബൈബിളായാലും ഖുർആനായാലും മറ്റ് ബൗദ്ധ ദർശനങ്ങളായാലും ഇതെല്ലാം വായിക്കുന്നത് നല്ലതാണ്. വായിക്കുകയും അതിൻ്റെ സാരം ഗ്രഹിക്കുകയും അതിനെ എങ്ങനെയാണ് ഈ കാലത്ത് കൂടുതൽ നമ്മുടെ ലോക ജീവിതത്തെ കൂടുതൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുമാണ് സത്യത്തിൽ ഇന്ന് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കേണ്ടവർ, അതിന് പ്രാപ്തിയുള്ളവർ, നമ്മളൊന്നും അതിന് പ്രാപ്തിയുള്ള ആളുകളല്ല, പ്രാപ്തിയുള്ളവർ ചിന്തിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലാണല്ലോ ജനിച്ച് വളർന്നതൊക്കെ. സ്വാഭാവികമായി ഒരു മുസ്ലിം ജനസമൂഹം വലുതായി ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഖുറാനും അങ്ങനെയൊക്കെയുള്ള ഈ ഒരു മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും അതിനെയൊക്കെ കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവും ഒക്കെ എങ്ങനെയാണ്? അത് ഞാൻ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് നിലമ്പൂർ എല്ലാ സമുദായങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നല്ലതുപോലെ ഉള്ളതാണ്. നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൂട്ടുകാരിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരാണ്, ഇടകലർന്നാണല്ലോ എല്ലാവരും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഓരോരുത്തരുടെയും വിശ്വാസം, അവരുടെ പ്രത്യേകത, അവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിതത്തിലെ പ്രത്യേകതകൾ ഇതുമായെല്ലാം ഇടകലർന്നും ഇഴുകിച്ചേർന്നുമാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ ഖുർആനാണെങ്കിലും ഖുർആൻ പല വ്യാഖ്യാനങ്ങളും ഖുർആനുണ്ട്. അതിപ്പോൾ എല്ലാ വ്യാഖ്യാനങ്ങളും ശരിക്കും അതിൻ്റെ സാരാംശം ഗ്രഹിച്ചുകൊണ്ടുള്ളതാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മുൻപോട്ട് വെക്കുന്നത് ഒരു വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ ദർശനമാണ്. അത് എല്ലാം ഞാൻ പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബൗദ്ധ ജൈന ദർശനങ്ങളെല്ലാം, പിന്നെ നമുക്കറിയാത്ത എന്തെല്ലാം ദർശനങ്ങളുണ്ട്, ഇതെല്ലാം പറയുന്നത് ആത്യന്തികമായി മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ്. ഇപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, നിൻ്റെ അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വിശപ്പ് സ്വന്തം വിശപ്പായി കാണണം. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അതാണ്. എന്ന് വെച്ചാൽ അപരൻ്റെ വേദനകളൊക്കെയും സ്വന്തമെന്ന പോലെ കാണണം എന്നാണ്. ഇത് പല മതങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു മിത്തോളജി എടുത്താലും ക്രിസ്ത്യൻ ഫിലോസഫി എടുത്താലും ഒക്കെ ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. സത്യത്തിൽ മതത്തിൻ്റെ പേരിലൊന്നും കലഹിക്കേണ്ട ഒരു കാര്യവും മനുഷ്യർക്കിടയിലില്ല. എല്ലാ മതങ്ങളും ആത്യന്തികമായി ഇത്തരത്തിലുള്ള മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ മൂല്യങ്ങളെ പിൻപറ്റിയാൽ മതങ്ങൾക്കിടയിൽ സംഘർഷവും സ്പർദ്ധയൊന്നും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യർക്കും നല്ല യോജിപ്പോടെ സാഹോദര്യത്തോടെ പോകാൻ കഴിയും, പരസ്പര ബഹുമാനത്തോടെ പോകാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചോദ്യം, ഈ പിന്നെ പഴയ നിയമമൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ഡൽഹിയിൽ പോയ സമയത്ത് ഒരു 2-3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, കലാകൗമുദിയിൽ അവിടുത്തെ പൂക്കളെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. വളരെ മനോഹരമായി അത് എഴുതിയിരുന്നു. എനിക്ക് ആ ഒരു ഭാഷയുടെ ഒരു ഭയങ്കരമായ ഒരു സൗകുമാര്യം അതിൻ്റെ അകത്ത് നമുക്ക്. അത് ഞാൻ ആ ഒരു കുറിപ്പ് എനിക്ക് ഓർമ്മയുണ്ട്. അത് പോപ്പി പൂവിനെ കുറിച്ചാണ്. പോപ്പി പൂവിന് ഡൽഹിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പോപ്പി കാണുന്നത്. പോപ്പി പൂവ് കാണുന്നത് ഡൽഹിയിൽ വെച്ചാണ്, റെഡ് പോപ്പി. അത് പിന്നീട് പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയപ്പോൾ അതിലൊരു അധ്യായമായിട്ട് അത് ചേർക്കുകയും ചെയ്തിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് മുൻപ് ആ കുറിപ്പ് കോട്ടയത്ത് നിന്ന് പുറത്തിറങ്ങുന്ന തന്മ എന്ന് പറഞ്ഞൊരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അത് നമുക്ക് പൂക്കളോടുള്ളൊരു ഇഷ്ടം, സവിശേഷമായ പൂക്കൾ, അത് ശ്രദ്ധിക്കുക, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാ പൂക്കൾക്കും ഒരു വലിയ ചരിത്രമുണ്ട്, ചരിത്രത്തിൽ ഇടമുണ്ട്. അതാണ് പൂക്കളുടെ പുസ്തകത്തിലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പൂക്കൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും അതിൻ്റേതായ ഒരു അസ്തിത്വമുണ്ട്, അതിൻ്റെ ഒരു ഇടമുണ്ട് എന്നതാണ് വസ്തുത. ആ ഇടം നമ്മൾ
പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പോപ്പിപ്പൂവ് സമാധാനത്തിൻ്റെ പോയിട്ട് ഈ യുദ്ധസ്മാരകങ്ങളിൽ സമർപ്പിക്കുന്നത് പോപ്പിപ്പൂവാണ്. അതിന് വലിയൊരു ചരിത്രമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് അങ്ങനെ ആ പൂവ് കാണുകയും അതിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുകയും ചെയ്തൊരു കാര്യം അന്നങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഒരു കാര്യം, ഇന്നലെ ഈ അങ്കൻവാടി കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പോൾ ഇനിയിപ്പം കൈക്കൂലിയുടെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ബിർണാണി വേണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 62 ലക്ഷം മനുഷ്യർ 1600 രൂപ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് പറയുന്നത്. അദ്ദേഹം ആലോചിക്കാതെ പറഞ്ഞതാവാനേ തരവുള്ളൂ, അങ്ങനെ പറയാനേ പാടില്ല. കാരണം അങ്ങനെ ഒരു പ്രയോഗം നടത്തുമ്പോൾ സത്യത്തിൽ ഈ പെൻഷൻ വാങ്ങുന്നവർ പാവങ്ങളല്ലേ, ചിലർ തട്ടിപ്പൊക്കെ നടത്തി വാങ്ങുന്നുണ്ടാവും, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ ഇന്ന് പൈസ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ പാവങ്ങളാണ്, പട്ടിണി പാവങ്ങൾ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം പട്ടിണിയൊന്നുമില്ല. എന്നാലും പാവങ്ങളാണ്, സാധാരണക്കാരാണ്, അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. 60 ലക്ഷം വരുന്ന മലയാളികളെ നിങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നേതാവ് അങ്ങനെ പറയില്ല, ആലോചിക്കാതെ പറഞ്ഞായിരിക്കും. അത് തിരുത്തണം, എത്രയും പെട്ടെന്ന് തിരുത്തണം. ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നില്ല, പക്ഷെ അതൊരു കടന്ന കൈയായി, ഒരു മോശം പ്രസ്താവനയായി പോയി. ഒരുപാട് മനുഷ്യരെ അത് വലിയ മാനസിക സംഘർഷങ്ങൾക്കിടയാക്കുന്നതായി പോയി. അത് തിരുത്തണം, അത് അവരുടെ അർഹതയാണ്. ദരിദ്രനായ ഒരാൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ആ ദാരിദ്ര്യം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആ സമൂഹത്തിനാണ്. അവിടെ ഒരു ഭരണവ്യവസ്ഥയുണ്ടെങ്കിൽ ഭരണാധികാരികൾക്കാണ്. പട്ടിണിക്കാരനായ ഓരോ മനുഷ്യനും ജീവിക്കുന്ന നാട്ടിലെ ഭരണകൂടങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഭരിക്കുന്നിടത്ത്, ഞങ്ങൾ ഭരിക്കുന്നിടത്ത് പട്ടിണി ഉണ്ടാവില്ല എന്നൊരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണകൂടം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ആ ഗവൺമെൻറ് മനുഷ്യസ്നേഹ പ്രചോദിതമായി പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ കർഷക തൊഴിലാളി പെൻഷനൊക്കെ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തത് നമ്മളാണ്. ഇപ്പോഴും എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ, എന്താ അതിൻ്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അന്ന് കോൺഗ്രസ് അതിനെ എതിർത്തു. കോൺഗ്രസ്സിന് എപ്പോഴും പറ്റുന്നൊരു പ്രശ്നം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ കണ്ണടച്ചങ്ങ് എതിർക്കുക എന്നുള്ളതാണ്. എന്തു ചെയ്താലും എതിർക്കും. അന്നവർ സമരം ചെയ്തു. അവർ പറഞ്ഞു കർഷക തൊഴിലാളി പെൻഷൻ പാഴ്ചെലവാണ്, അത് കൊടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവരത് അങ്ങനെ പറഞ്ഞിരുന്നില്ല. പിന്നെ അവർ കൊടുക്കില്ലെങ്കിലും പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നില്ല. നമ്മുടെ സമൂഹം അതൊക്കെ ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. അതൊരവകാശമാണെന്ന ബോധം കർഷക തൊഴിലാളിക്കുണ്ടായി. അവൻ ആത്മനിന്ദോടെയല്ല പെൻഷൻ വാങ്ങുന്നത്, അവൻ അഭിമാനത്തോടെയാണ് ഇതെൻ്റെ അവകാശമാണ് എന്നുള്ളത്. ഇടതുപക്ഷം കേരളത്തിൽ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുക മാത്രമല്ല, കർഷക തൊഴിലാളികൾക്ക് ഒരവകാശ ബോധം കൂടി പകർന്നു കൊടുത്തു. അവനെ ആത്മാഭിമാനമുള്ള മനുഷ്യനാക്കി മാറ്റി. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പറയുന്നത് അത് ചരിത്രത്തോടും കാലത്തോടും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരോടുമുള്ള ഒരു അവജ്ഞയാണ്, അവഹേളനമാണ്. അത് തിരുത്തണം, അത് തിരുത്തിയേ പറ്റൂ. ഈ തിരക്കിനിടയ്ക്കും കൃഷിക്ക് സമയം കിട്ടുന്നുണ്ടോ? അതെ 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 നമുക്ക് അത് ഈ എന്താ പറയുക, പ്രത്യേക ഫലവൃക്ഷത്തൈകൾ പ്രധാനമായിട്ടും അത് ഞാൻ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചില സുഹൃത്തുക്കളും അടുപ്പക്കാരും ആയിട്ടുള്ളവർ ചില പ്രത്യേക തരത്തിലുള്ള ഇതൊക്കെ വരുമ്പോൾ നാടൻ സംഗതികളും അങ്ങനെ അല്ലാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിവിടെ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ള പല കാര്യങ്ങളിലും ഒന്നാണ്. അപ്പം സുരാജ് ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഒരു തിരക്കിലാണ്, അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വളരെ നന്ദി. ജനങ്ങളിലെ എല്ലാം വലിയ സ്നേഹവും അവരുടെ ആ ഒരു ആരവവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക. ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിജയമായി മാറട്ടെ. താങ്കൾ നിയമസഭയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.